അതെ, മുത്തപ്പനെ കാണാൻ പോയതിൻ്റെ ബാക്കി വിശേഷം കേട്ടാലോ. അവിടുന്ന് 50 ടിക്കറ്റ് എടുത്ത് ഞാനും അമ്മയും കൂടെ നേരെ അമ്പലത്തിന് മുന്നിലിറങ്ങുന്ന ബസ്സിൽ കയറി കേട്ടോ. ഓൾമോസ്റ്റ് 9 മണി ആയതുകൊണ്ടാണ് ബസ്സിൽ ഇത്രയും തിരക്ക്. ഇപ്പോഴും മിക്ക കടകളോട് തുറന്നിരിപ്പുണ്ടേ. കയറിയപ്പോൾ തന്നെ ഞാൻ ആദ്യം കണ്ടതെന്ന് വെച്ചാൽ ഈ കുപ്പിവളയാണേ. ഞങ്ങൾ വന്നിറങ്ങിയ സമയം നല്ലതാണെന്നാണ് പറഞ്ഞേ. ഈ കാണുന്ന സംഭവം കണ്ടോ, ഇതിന് മലയിറക്കം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. പിന്നെ അവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് വേവിച്ച കടലയാണ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും അമ്മയും കൂടെ ഒരു റൂം എടുത്തു. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റൂമായിരുന്നേ. പിന്നെ പുലർച്ചെ ഒരു 4:30 ആയപ്പോഴത്തേനും ഞാനും അമ്മയും അമ്പലത്തിൽ പോകാൻ റെഡിയായി. അപ്പോഴാണ് താഴത്തെ ചേട്ടൻ പറഞ്ഞത്, ഇപ്പോഴേ അമ്പലം തുറക്കൂല, നിങ്ങൾ അവിടെ ചെന്നിട്ട് കാര്യമില്ലെന്ന്. ഈ കാണുന്നതൊക്കെ അമ്പലത്തിൻ്റെ അകഭാഗമാണേ. നട തുറക്കാൻ 5:30 കഴിയുമെങ്കിലും ഇപ്പോഴും ആൾക്കാർ അവിടെ ഉണ്ട്. മറ്റുള്ള അമ്പലങ്ങളെ അപേക്ഷിച്ച് ഞാനിവിടെ ഇങ്ങനെ വലിയ വഴിപാടൊന്നും കണ്ടില്ല. പിന്നെ ഉള്ളതിലൊരു 2 വഴിപാട് പറഞ്ഞു. ഈ കാണുന്നത് അമ്പലക്കുളമാണ്. ഇവിടെ മനുഷ്യരെ പോലെ തന്നെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് നായ്ക്കളാണ് കേട്ടോ. എല്ലാ ദൈവങ്ങളും ഒന്നാണെങ്കിൽ പോലും എനിക്കെന്തോ ഈ അമ്പലത്തിൽ വന്നപ്പം വേറെന്തോ ഒരു ഫീലാണ് കിട്ടിയത്. നടയിലുള്ളിൽ കയറി കഴിഞ്ഞാൽ അധികം പൂജയോ ചടങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതുപോലെ അവിടെ അധികം ക്യാമറ അലോഡല്ല. അതുകൊണ്ട് തന്നെ മുത്തപ്പനെ കണ്ട് തൊഴുതിട്ട് ഇറങ്ങാൻ നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് അടുത്ത ബസ് പിടിച്ച് നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഈ കാണുന്ന പാവക്കുട്ടി എനിക്ക് വാങ്ങിച്ചതാണെങ്കിലും അതിന് കൂടുതൽ നേരം കൊഞ്ചിച്ചതും സംസാരിച്ചതും ഒക്കെ അമ്മയാണേ. വാങ്ങിക്കുന്ന പാവയൊക്കെ കുറ്റം പറഞ്ഞാലും അവസാനം അമ്മയ്ക്ക് അതിനോടൊക്കെ പ്രത്യേക ഒരു ഇഷ്ടമാണ്. തിരിച്ചു വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉന്തും തള്ളും കൊണ്ട് എങ്ങനെയോ കൊല്ലം വരെത്തി. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞ് വീട്ടിലോട്ട് ചെന്ന് കയറിയാൽ ആദ്യം റൂമും ബാത്റൂമും ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ളേ. ബാക്കിയുള്ളത് പുറമെ പറയാം. സീ യു സൂൺ.